പിരിച്ച പണം ശരിക്കും ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ എല്ലാ വിശ്വാസികളുടെയും ചുമതലയാണ്. ആ ചുമതല നിർവഹിക്കാൻ എന്താണ് ലീഗിനും യൂത്ത് ലീഗിനും സാധിക്കാത്തത്? എന്താ കഴിയാത്തത്? കത്തുവ ഉന്നവ ഫണ്ടിൽ വലിയ കൃത്രിമം നടന്നു. അതുപോലെ തന്നെ ധോത്തി ചാലഞ്ച്. പലരും ചോദിച്ചു എന്നോട്, ലീഗുകാര് 600 രൂപ കൊടുക്കുന്നതിൽ നിങ്ങൾക്കെന്താ പ്രശ്നം? അതിൽ എത്ര രൂപ ലീഗ് എടുത്താൽ നിങ്ങൾക്കെന്താ? ഞങ്ങൾക്കൊരു കാര്യമേ എനിക്ക് പറയാനുള്ളൂ, ലീഗിന് വേണ്ടി എത്ര രൂപ നിങ്ങൾ എടുത്തു അത് പറയടോ. അതെന്താ നിങ്ങൾക്ക് പറയാൻ പറ്റാത്തത്? 600 രൂപയുടെ തുണി കൊടുക്കുമ്പോ യൂത്ത് ലീഗ് എന്ന് പറഞ്ഞത് ഞങ്ങൾ സമ്മാനമായി ഗിഫ്റ്റായി ഒരു മുണ്ട് കൊടുക്കും എന്നാണ്. രാംരാജിന്റെ ഒരു മുണ്ട് കൊടുക്കും. അതിന്റെ ഗുണഗണങ്ങളൊക്കെ അവർ പറഞ്ഞു. 2,72,000 ധോത്തികളാണ് രാംരാജിൽ നിന്ന് വാങ്ങിയത്. ഗിഫ്റ്റ് കൊടുക്കുമെന്ന് പറഞ്ഞ ആളുകൾ ആ തുണിയുടെ മുകളിൽ 730 രൂപ എന്ന് സ്റ്റിക്കർ ഒട്ടിച്ചത് എന്തിനാണ്? എടോ, സമ്മാനം കൊടുക്കുമ്പോ ആരെങ്കിലും സ്റ്റിക്കർ ഒട്ടിക്കോ? ഉള്ള സ്റ്റിക്കർ നമ്മൾ പറിച്ച് കളയല്ലേ ചെയ്യ. ഇതിന്റെ വില കൂടിയാലും കുറഞ്ഞാലും കിട്ടുന്നയാൾക്ക് അറിയാൻ പാടില്ല എന്നുള്ളതല്ലേ നമ്മൾ തീരുമാനിക്കുക. അതിന് പകരം 150-200 രൂപയുടെ തുണി വാങ്ങി 400 രൂപയാണ് എന്ന് കള്ളം പറഞ്ഞ് 200 രൂപ പാർട്ടിക്കെടുത്ത് കള്ളത്തരം കാണിച്ചപ്പോ അത് വെളിച്ചത്ത് കൊണ്ടുവരണമെന്ന് എന്നോട് പറഞ്ഞത് മുസ്ലിം യൂത്ത് ലീഗിലെ എന്റെ സഹപ്രവർത്തകരാണ്. മുസ്ലിം യൂത്ത് ലീഗിൽ നേരത്തെ ഉണ്ടായിരുന്നവർ, ഇപ്പോൾ പ്രവർത്തിക്കുന്നവർ, അവരുമായിട്ടൊക്കെ എനിക്ക് നല്ല ബന്ധമാണ്. കാരണം അവരുമായി എനിക്ക് ബന്ധവിച്ഛേദം നടത്തേണ്ട കാര്യമില്ല. എന്താണ് ധോത്തി ചാലഞ്ചിന്റെ കാര്യത്തിൽ നടന്നത്? 100 രൂപ വ്യത്യാസം വന്നാൽ 2,72,00,000 രൂപയാണ് ആകുന്നത്. 2,72,000 തുണികളാണ് ഇവർ വാങ്ങിയത്. എന്നിട്ട് 600 രൂപ വാങ്ങി. ആ 600 രൂപയിൽ 100 രൂപ വ്യത്യാസം വന്നാൽ 100 രൂപക്ക് വാങ്ങിയ സാധനം 200 രൂപയാണ് എന്ന് പറഞ്ഞാൽ മറിയുന്നത് എത്ര രൂപയാണ് എന്നറിയുമോ നിങ്ങൾക്ക്? 2,72,00,000 രൂപ. 6 കോടി രൂപ മറിച്ചു. യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ എന്ന് ഞാൻ ആരോപിച്ചാൽ അതിനും മറുപടി ആണത്വമുണ്ടെങ്കിൽ പറയേണ്ടത്, ഇതടോ, ഞങ്ങള് രാംരാജിൽ നിന്ന് തുണി വാങ്ങിയപ്പോ കിട്ടിയ ബില്ല് ഞങ്ങളിത് നാടിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു, നാട്ടുകാർക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത്? ഇന്നുവരെ, ഈ നിമിഷം വരെ ധോത്തി ചാലഞ്ചിൽ 2,72,000 തുണി രാംരാജ് എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് വാങ്ങിയത് എത്ര രൂപക്കാണ് എന്ന് ഇവർ ആ ബില്ല് കൊണ്ടുവരാൻ എന്താ തയ്യാറാവാത്തത്? എനിക്ക് കാണിച്ചു തരണ്ട, നാട്ടുകാരോട് പറ. അവർക്കൊരു സംശയം വന്നല്ലോ ഇപ്പോ. എത്ര രൂപ നിങ്ങൾ സംഘടനയ്ക്ക് വേണ്ടി എടുത്തു അതറിഞ്ഞാൽ മതി. അതിന്റെ മറവിൽ നിങ്ങളും മുക്കി. എന്നിട്ട് ആ പണം ഗൾഫിൽ കൊണ്ടുപോയി പല പല ബിസിനസ്സുകളിൽ നിങ്ങൾ ഇറക്കി.